മിഥുനേട്ടാ, കണ്ണ് തുറക്ക് മിഥുനേട്ടാ, കണ്ണ് തുറക്ക് മിഥുനേട്ടാ. എന്ത് പറ്റിയത്? കണ്ണ് തുറക്ക് മിഥുനേട്ടാ, 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 മിഥുനേട്ടാ. മിഥുനേട്ടാ, ഡ്രൈവർ ഒന്ന് പെട്ടെന്ന് പോ. മിഥുനേട്ടാ, ഒന്നും പറ്റിയിട്ടില്ല, ധൈര്യമായിട്ടിരിക്കുക. മിഥുനേട്ടാ, മിഥുനേട്ടാ, മിഥുനേട്ടാ. ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. എനിക്ക് വേണ്ടപ്പെട്ടവരെ ഇങ്ങനെയുള്ള ദുരവസ്ഥയിലെ കൊണ്ട് എത്തിക്കാൻ വേണ്ടിയല്ല. എങ്ങനെയെങ്കിലും എന്റെ മിഥുനേട്ടനെ രക്ഷിച്ചു തരണം. മിഥുനേട്ടനെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു കുടുംബം ഉണ്ട് അവിടെ. ഹലോ, വാട്ട്? മിഥുനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തെന്നോ? എപ്പോഴായിരുന്നു? ഏത് ഹോസ്പിറ്റലാ? മിഥുന് എന്താ സംഭവിച്ചത്? മഞ്ജരി, എന്താ നീ ആകെ ഞെട്ടിത്തരിച്ച്? എന്തു പറ്റി? മിഥുനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. വാട്ട്? അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നോ? എന്നാ ഇപ്പൊ പറഞ്ഞ്? ഭാർഗവ പണിക്കർ പറഞ്ഞ അപകടം അതേപടി സംഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അയാളെ വിശ്വസിക്കാതിരിക്കുന്നത് എങ്ങനെയാ ആന്റി? ഇത് വെച്ച് നോക്കുമ്പോ മേഘന് ജീവനോടെ ഉണ്ടെന്നുള്ളത് സത്യമല്ലേ? അയ്യോ എന്റെ മഞ്ജരി, ഭൂതകണ്ണാടി വെച്ച് നോക്കിയ അരിമണി പോലും ഭൂഗോളത്തോളം വലുതായി തോന്നും. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചെന്നൊന്ന് അറിയട്ടെ. പണിക്കര് പറഞ്ഞതൊക്കെ അണ്ണാക്കി വീണ പിണ്ണാക്ക് പോലെ അങ്ങനെ അങ്ങ് വിഴുങ്ങരുത്. കാര്യം എന്താന്ന് നമുക്കൊന്ന് കണ്ടറിയാം. വാ. മിഥുൻ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലട, എന്നിട്ടും അവനനുസരിച്ചില്ല.
ഒരനക്കൂല്ലാതുള്ള അവന്റെ കിടപ്പ് കണ്ടിട്ട് സഹിക്കുന്നില്ല. വല്യമ്മേ, വിഷമിക്കാതിരിക്കെ. ഏട്ടനെ ഏതായാലും രക്ഷപ്പെട്ടില്ലേ? ഓരോ തവണയും പണിക്കരുടെ ഫോൺ വരുമ്പോ എനിക്ക് പേടിയാ. ഇതിനുണ്ടാവുന്ന ആപത്തിനെ കുറിച്ച് പറയാൻ അയാൾ വിളിക്കാറ്. എത്ര വട്ടം പറഞ്ഞിട്ടും അതൊന്നും ചെവിക്കൊള്ളാതെയല്ല മിഥുൻ ഇങ്ങനൊരവസ്ഥയെ കിടക്കുന്ന. വിവേക്, മിഥുനിപ്പോ എങ്ങനെയുണ്ട്? എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അതിന് ഞങ്ങളും ഇപ്പൊ എങ്ങനെ എത്തിയുള്ളൂ മഞ്ജരി. ഡോക്ടർ, ഇപ്പൊ വലിയേട്ടന്റെ അവസ്ഥ എങ്ങനെയുണ്ട്? സീരിയസ് ആയിട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? Don't worry. Now he is out of danger. കൃത്യസമയത്ത് ഇവിടെ കൊണ്ടെത്തിച്ച്. താങ്ക് യു സോ മച്ച് ഡോക്ടർ. നന്ദി പറയണമെന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയോടെ പറയണം. അവര് സമയത്ത് ഇവിടെ കൊണ്ടെത്തിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ജീവൻ പോലും നഷ്ടമായേനെ. വളരെ പോയിസണസ് ആയിട്ടുള്ള വാതകമാണ് കാറിന്റെ ഉള്ളിൽ നിന്ന് മിഥുൻ ശ്വസിച്ചിരിക്കുന്നത്. ഒരു വിധത്തിൽ പറഞ്ഞ മിഥുന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത് ആ സ്ത്രീ കാരണം മാത്രം. അത് ഏത് സ്ത്രീയാ ഡോക്ടർ? മിഥുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത ആ പെൺകുട്ടി. അവരാരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? അറിയില്ലല്ലോ ഡോക്ടർ. എന്നിട്ട് ആ സ്ത്രീ എവിടെ? ഇവിടെ എവിടെയോ തന്നെ ഉണ്ടായിരിക്കണം. കുറച്ച് മുൻപ് വരെ മിഥുന്റെ കൂടെ ഉണ്ടായിരുന്നു. സ്റ്റേബിൾ ആയതിനു ശേഷം അവർ ഇറങ്ങിയത്. അവളെ കാണാൻ എങ്ങനെയിരിക്കും ഡോക്ടർ? അങ്ങനെയൊക്കെ ചോദിച്ച ഏകദേശം ഒരു 5.5 അടിയോളം പൊക്കമുണ്ട്. നല്ല വിടർന്ന കണ്ണുകൾ. ഇരുനിറായിരുന്നു കുട്ടിക്ക്. സാരിയൊക്കെ കൊടുത്ത് നല്ല ലക്ഷണമൊക്കെ കുട്ടി. മിഥുന് വല്ലതും പറ്റുമെന്നുള്ള പേടിയും വെപ്രാളവും ആ സ്ത്രീയുടെ മുഖത്ത് തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. വലിയേട്ടനൊന്ന് കണ്ടോട്ടെ? ഷുവർ, കണ്ടോളൂ. നടക്കൂല്ലമ്മേ, നടക്ക്. മിഥുൻ, മിഥുൻ, മിഥുൻ മോനെ, നിനക്കിപ്പോ എങ്ങനെയുണ്ടടാ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല മോം. മോം ഇങ്ങനെ വിഷമിക്കാതിരിക്കെ. ഞാൻ നിന്റെ അമ്മയല്ലേ. എന്റെ കൊച്ചിന് വയ്യാന്നറിയുമ്പോ എങ്ങനെയാടാ സമാധാനായിട്ടിരിക്കുക? കാലത്ത് വീട്ടിൽ നിന്നും ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായിട്ട് ഇറങ്ങിപ്പോയതാ. കുറച്ച് മണിക്കൂറുകൾക്കുള്ളിൽ ഈ അവസ്ഥയെ കാണാന്ന് വെച്ചാ. എനിക്കൊരു കുഴപ്പമില്ല മോം. ഐ ആം ഓക്കെ. മിഥുൻ, നിന്നെ ആരാണ് രക്ഷിച്ചത്? ആരാ നിന്നെ ഇവിടെ കൊണ്ടാണ് അഡ്മിറ്റ് ചെയ്ത്? നിന്നോട് ചോദിച്ചത്
നിന്നെ ആരാ രക്ഷിച്ചേന്ന്? മേഘന. എന്താണ് മേഘന നിന്നെ രക്ഷിച്ചുന്നോ? ആർ യു ഷുവർ? മേഘന മരിച്ചുവെന്നാണ് ലോകം മുഴുവൻ വിശ്വസിക്കുന്നത്. പക്ഷെ അവള് മരിച്ചിട്ടില്ല അരുണിമേ. അവള് കാണാമറയത്തല്ല ഉള്ളത്, നിന്റെ സമീപത്ത് തന്നെയുണ്ട്. ആ പെണ്ണെ കാണാൻ മേഘനെ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കൊന്നും ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. ഒരു പുകമറിയത്ത് മേഘന വന്ന് നിൽക്കും പോലെ തോന്നി. ഇത് പതിവുള്ള കാര്യമാണല്ലോ. നിനക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമ്പോ മേഘന എങ്ങനെയെങ്കിലും അവിടെ എത്തിച്ചേരും. അത് മനസ്സിലങ്ങ് പ്രിന്റായി പോയിരിക്കുക. അതുകൊണ്ട് വീണ്ടും ഒരു അപകടം വന്നപ്പോ അങ്ങനെ തോന്നിയതാവണം. മരിച്ച് പരലോകത്തെത്തിയ മേഘന എങ്ങനെയാ മിഥുന്റെ ജീവൻ രക്ഷിക്കാൻ ഇങ്ങോട്ട് ഓടിയെത്തുന്നേ? എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. പക്ഷെ അവളെ കാണാൻ മേഘനെ പോലെ തന്നെ ഉണ്ടായിരുന്നു. മേഘന കാണാമറയത്തല്ല, നിന്റെ സമീപത്ത് തന്നെയുണ്ട്. അത് നീ തിരിച്ചറിയുന്ന സമയം ഒട്ടും വിദൂരമല്ല. നന്ദി പറയണമെന്നുണ്ടെങ്കിൽ അത് ആ സ്ത്രീയോടെ പറയേണ്ടത്. മിഥുന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നത് ആ സ്ത്രീ കാരണം മാത്രം. അത് ഏത് സ്ത്രീയാ ഡോക്ടർ? മിഥുനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ചെയ്ത ആ പെൺകുട്ടി. ആരാ നിന്നെ രക്ഷിച്ചേന്ന്? മേഘന. എന്നാ നീ റെസ്റ്റ് എടുത്തോ മിഥുൻ. എന്തു പറ്റി വല്യമ്മേ? വല്യമ്മ എന്തോ ഡീപ്പായിട്ട് ചിന്തിക്കുകയാണെന്ന് തോന്നുന്നു. മിഥുൻ പറഞ്ഞത് നീയും കേട്ടില്ലേ? അവനെ രക്ഷിച്ച ആ പെണ്ണ് മേഘനയെ പോലെ ആയിരുന്നു എന്ന്. മിഥുന് അപകടം പറ്റുന്ന ഓരോ സമയത്തും മേഘനയാണ് രക്ഷിച്ചിരുന്നത്. ഇന്ന് നടന്ന അപകടത്തിൽ നിന്ന് അവന് ഇനി അവളായിരിക്കും അവിടെ രക്ഷിച്ചത്. അങ്ങനെയാണെങ്കിൽ ഭാർഗവ പണിക്കര് പറഞ്ഞതുപോലെ മേഘന ജീവനോടെ ഉണ്ടെന്നല്ലേ? നമുക്ക് വേണ്ടി, നമ്മുടെ മിഥുന് വേണ്ടി അവൾ പിന്നെയും വരുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്കൊന്നും അറിയില്ല വല്യമ്മേ. ഏതായാലും ഏട്ടനെ രക്ഷിച്ച ആ സ്ത്രീക്ക് ഏട്ടത്തിയുടെ ചായ ഉണ്ടായിരുന്നല്ലാതെ അത് ഏട്ടത്തി തന്നെയാണെന്ന് ഏട്ടൻ പറഞ്ഞൊന്നുമില്ലല്ലോ. മിഥുനേട്ടന്റെ ജാതകത്തിലെ ദോഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 13 മാസം കഴിയുമ്പോൾ അവസാനിക്കുമെന്നല്ലേ പണിക്കര് പറഞ്ഞത്? ഇതെന്താ വീണ്ടും കുറെ ദോഷങ്ങളും അപകടങ്ങളും? ഒന്നും അറിയില്ലടാ. എന്തായാലും കൊള്ളാം. അന്ന് മഹാദേവന്റെ ക്ഷേത്രത്തില് മിഥുന് വേണ്ടി നമ്മൾ നടത്തിച്ച ഹോമാണ് കണ്ണി കൊള്ളേണ്ടത് പുരുകത്തി കൊണ്ടുപോയത്. അല്ലായിരുന്നെങ്കിൽ മിഥുനെ നമുക്ക് നഷ്ടപ്പെട്ടു. മഹാദേവ, മിഥുനേട്ടന്റെ ജാതകത്തിലെ ദോഷങ്ങൾക്ക് ഇതുവരെ നീ ഒരു അറുതി ഉണ്ടാക്കി കൊടുത്തില്ലേ? അച്ഛാ,
അച്ഛമ്മേ, അച്ഛൻ എവിടെയാ? അച്ഛൻ എന്താ പറ്റിയ അച്ഛമ്മേ? എന്റെ അച്ഛനിപ്പൊ കുഴപ്പമൊന്നും ഇല്ലല്ലോ. എനിക്ക് എന്റെ അച്ഛനെ കാണണം അച്ഛമ്മേ. എന്റെ അച്ഛനിപ്പൊ എവിടെയാ? എന്താ ഒന്നും മിണ്ടാത്തെ? മോള് വാ, അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. അച്ഛാ, അച്ഛാ, അച്ഛ എന്നോട് മിണ്ടച്ചാ. അച്ഛൻ എന്തിനാ ഹോസ്പിറ്റലിലെ ബെഡിൽ വന്ന് കിടക്കുന്നേ? അച്ഛൻ ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോ എനിക്ക് പേടി തോന്നുന്നു അച്ഛാ. നമുക്ക് വീട്ടിൽ പോവാ അച്ഛാ. ചക്കി, അച്ഛനൊരു കുഴപ്പമില്ല. ഐ എം വെരി ഫൈൻ. അച്ഛൻ ശരിക്കും ഫൈൻ ആയിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിലെ കട്ടിലല്ലേ കിടക്കണ്ടേ? ഹോസ്പിറ്റലിലെ കട്ടിലേ കിടക്കുന്ന എന്തിനാ? എണീറ്റ് വാ അച്ഛാ, നമുക്ക് വീട്ടിൽ പോവാ. ചക്കി മോളെ, അച്ഛൻ പറയുന്നൊന്ന് കേക്ക്. അച്ഛന് ചെറുതായിട്ടൊരു അസുഖം വന്നു. ഡോക്ടർ വന്ന് ഇപ്പൊ ഒരു ഇഞ്ചക്ഷൻ ഒക്കെ തരും. അത് കഴിഞ്ഞ് പോവാം. ഓക്കെ മോളെ? അതൊന്നും വേണ്ട അച്ഛാ, നമുക്ക് ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടിലേക്ക് പോവാ. മോം, എന്നിങ്ങനെ കണ്ട് ചക്കിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അവളെ വിളിച്ചോണ്ട് വെക്കോ. ചക്കി, അച്ഛനൊന്നും പറ്റിയിട്ടില്ല. മോളിങ്ങോട്ട് വാ. മോളിരിക്കും. എന്റെ പൊന്നു മോളല്ലേ, ഇങ്ങനെ കരയരുത്. അങ്കിള് വെറുതെ ഡാർക്കാവണ്ട. അങ്കിളിന് ഒന്നും പറ്റിയിട്ടില്ല. എനിക്ക് ആ പണ്ടത്തെ വഴക്കുണ്ടാക്കുന്ന അങ്കിളിനെ കാണാനേ ഇഷ്ടം. ചക്കിയുടെ കാര്യം ഓർത്തു അങ്കിള് വിഷമിക്കണ്ട. ഞാൻ നോക്കിക്കോളാം അവളെ. അങ്കിളിന് എന്നെ ഇഷ്ടമില്ലെന്നറിയാം. എന്നാലും എനിക്ക് ചക്കിയെ വളരെ ഇഷ്ടാ. ഞാൻ അത്രയ്ക്ക് ബാഡൊന്നും അല്ല അങ്കിളെ. ചക്കി മോള് കരയാതിരിക്കെ. മോളുടെ അച്ഛനൊന്നും പറ്റിയിട്ടില്ല. അച്ഛൻ എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ കരയാതിരിക്കോ പറ? നിന്നേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞേനെ. ഇത് നോക്ക്, ഞാനിവിടെ ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നെ. മോളും കരയരുത്. സത്യമായിട്ടും എന്റെ അച്ഛനൊന്നും പറ്റിയിട്ടില്ലല്ലോ അച്ഛമ്മേ. നമുക്ക് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോവാ. അതൊക്കെ കൊണ്ടുപോവാ മോളെ. സത്യമായിട്ടും അച്ഛനൊന്നും പറ്റിയിട്ടില്ല മോളെ. വൈകുന്നേരം നമുക്ക് അച്ഛനെയും കൂട്ടി ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവാം. ബ്രോ, എന്താ ബ്രോ? നിന്റെ അച്ഛന് ഒന്നും പറ്റിയിട്ടില്ല. നീ ചുമ്മാ കരഞ്ഞോണ്ടിരിക്കില്ലേ? എനിക്ക് എന്റെ അച്ഛൻ മാത്രമേ ഉള്ളൂ. എന്റെ അച്ഛന് വല്ലതും പറ്റിയ ഞാൻ എന്ത് ചെയ്യും? എന്റെ അച്ഛനില്ലെങ്കിൽ പിന്നെ ഞാനും ഉണ്ടാവില്ല.